സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എങ്ങനെ നമ്മൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം? സന്തോഷം ലഭിക്കാനാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മളൊരു ടൂറ് പോകുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോകുന്നു, ഒരു കാറ് വാങ്ങിക്കുന്നു. കാറ് വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് നമ്മൾക്ക് സന്തോഷം ലഭിക്കുന്നത്. കാറ് വാങ്ങിച്ചു കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ആ സന്തോഷമെല്ലാം പോകും. അതുപോലെ തന്നെയാണ് ഒരു ടൂറ് പോകാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. ആ ടൂറ് പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ എല്ലാവരും അവശതയോടെ അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണിതരായിട്ടാണ് എത്തുന്നത്. അപ്പോൾ സന്തോഷം നിലനിൽക്കുന്നില്ല. അതുപോലെ നമ്മൾ എന്ത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ സന്തോഷം എല്ലാം കുറച്ച് കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സസ്റ്റൈനിങ് ജീവിതകാലം മുഴുവനും നമുക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും ആ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ സക്സസ് ആകുന്നത് നിങ്ങൾ മുഖാന്തരമാണെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അതാണ് ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം. അത് ജീവിതകാലം മുഴുവനും നമ്മൾക്ക് സന്തോഷിക്കാനുള്ള അവസരം നൽകുന്നു. സോ ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സക്സസ് ആകാനും സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇനി സമാധാനത്തോടെ ജീവിക്കാൻ എന്താണ് വേണ്ടത്? സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾക്കുള്ള ആരോഗ്യം സ്ഥിരമായി ഉണ്ടായിരിക്കും എന്ന് നമ്മൾക്ക് തോന്നുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. അതുപോലെ വേറൊരു കാര്യമാണ് നമ്മൾക്ക് ലഭിക്കുന്ന വരുമാനം. നമ്മളുടെ ആരോഗ്യവും നമ്മളുടെ വരുമാനവും സ്ഥിരമായി ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക. ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. ജനിച്ചു വീഴുമ്പോൾ മുതൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ, നമ്മളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മൾ മനുഷ്യരാശി ഉണ്ടാകുന്ന അന്നു മുതൽ ജീവിതം നിലനിർത്താൻ വേണ്ടി ഭക്ഷണം തേടുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് മരുഭൂമിയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ കാട്ടിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ആ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഇര തേടാൻ വേണ്ടി ആൺകുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇര തേടുക, ഭക്ഷണം തേടി വനത്തിൽ കൂടി നടന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ കായ്കനികൾ പറിച്ച് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടി വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു എഡ്യൂക്കേഷൻ ആണ് അന്ന് കൊടുത്തിരുന്നത്. എങ്കിൽ പിന്നീട് കാലം മാറി നമ്മൾ വനത്തിൽ നിന്ന് വനം വെട്ടിത്തെളിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള മൃഗങ്ങളെ വളർത്തി, നമ്മൾക്ക് ആവശ്യമുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളും മരങ്ങളും നട്ടുവളർത്തി, ആ നട്ടുവളർത്തിയ മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കായ്കനികൾ ഭക്ഷിച്ചും നമ്മൾ വളർത്തുന്ന നമ്മൾക്ക് ആവശ്യമുള്ള മൃഗങ്ങളെ, നമ്മളെ അറ്റാക്ക് ചെയ്യാത്ത മൃഗങ്ങളെ വളർത്തി അതിൽ നിന്നുള്ള പാലോ അല്ലെങ്കിൽ മാംസമോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വനത്തിൽ ജീവിച്ചു. അങ്ങനെ നമ്മൾ പതുക്കെ ഒരു കാർഷിക രംഗത്തിലേക്ക്, അങ്ങനെയാണ് നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസിനെ വളർത്താൻ തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി. വനത്തിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഭക്ഷണം സമ്പാദിക്കുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊരു സ്ഥലം, ഏരിയ ഉണ്ടാക്കി അവിടെ കൃഷി ചെയ്തു നമ്മൾക്ക് ആവശ്യമുള്ള, നമ്മളെ ഉപദ്രവിക്കാത്ത മൃഗങ്ങളെ വളർത്തി, അല്ലെങ്കിൽ നമ്മൾക്ക് സഹായകമായ മൃഗങ്ങളെ വളർത്തി അവരുടെ പെറ്റായി വളർത്തി എടുത്ത് നമ്മൾ ജീവിക്കുന്ന രീതിയിലേക്ക്, അങ്ങനെയുള്ള എഡ്യൂക്കേഷനാണ് നമുക്ക് ലഭിച്ചത്. അതിനുശേഷം പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ, പല റെവല്യൂഷൻസും വന്നു. ആദ്യത്തെ റെവല്യൂഷനായിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. കാരണം ആളുകൾ ഒരു സ്ഥലത്ത് ജീവിക്കുന്നു, ഒരു സമൂഹമായിട്ട് ജീവിക്കുന്നു, ഒരു വില്ലേജ്, ആ വില്ലേജിന് അപ്പുറത്ത് കൃഷി സ്ഥലങ്ങൾ ആയിരുന്നു. അതിൽ നിന്ന് മാറി അത് മെക്കാനൈസ് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഓട്ടോമാറ്റിക് ആക്കുന്നതിൻ്റെ ഭാഗമായി ആ ഓട്ടോമാറ്റിക് ആകാൻ വേണ്ടുന്ന ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. കാരണം തൂമ്പ കണ്ടുപിടിച്ചു, വെട്ടുകത്തി കണ്ടുപിടിച്ചു. അങ്ങനെ മരം മുറിക്കാനും കല്ല് വെട്ടാനും കൃഷി ചെയ്യാനുള്ള ഭൂമി കിളയ്ക്കാനുള്ള തൂമ്പ, അതുപോലെ കോടാലി, അത് വളർന്നാണ് വലിയ ഇൻഡസ്ട്രിയായി. അത് മെക്കാനൈസേഷനിലേക്ക് എത്തി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യം വന്നു. അങ്ങനെ പിന്നീട് വന്നതാണ് ഒരു ഓട്ടോമൊബൈൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും പ്രാപ്തമായ കാര്യമായിരുന്നില്ല തുടക്കത്തിൽ, എങ്കിൽ കൂടി ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുള്ള ഓരോ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്താണ് മനുഷ്യരാശിയുടെ ആവശ്യം എന്ന് മനസ്സിലാക്കി കുറച്ച് വ്യക്തികൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു, അത് ഉൽപ്പാദിപ്പിക്കുന്ന രംഗത്തേക്ക്. അങ്ങനെ സയൻറ്റിസ്റ്റുകൾ വന്നു. ആ സയൻറ്റിസ്റ്റുകൾ എന്താണ് മനുഷ്യൻ്റെ അടുത്ത ആവശ്യം എന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും അവർ കണ്ടുപിടിക്കുകയും ആ കണ്ടുപിടിച്ച കാര്യങ്ങൾ എഞ്ചിനീയേഴ്സ് പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ബ്ലാക്ക് സ്മിത്ത്,
ബ്ലാക്ക് സ്മിത്ത് പോലുള്ള വ്യക്തികളും എല്ലാം ഓരോ കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് സയൻറ്റിസ്റ്റ് കണ്ടുപിടിക്കുന്നു, എൻജിനീയേഴ്സ് അത് ഉൽപ്പാദിപ്പിക്കുന്നു, ഇനി അത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക, അത് അവർക്ക് കൈമാറുക, അങ്ങനെ ഒരു ബിസിനസ് വന്നു. ആ ബാർട്ടർ സിസ്റ്റം, ഓരോ വസ്തുക്കളും കൊടുത്ത് നമ്മൾ വേറെ വസ്തുക്കൾ വാങ്ങിക്കുന്ന, അത് കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു അധികമെങ്കിൽ പിന്നീട് അത് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക, അത് സീക്വൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് മനുഷ്യന് ആവശ്യമുള്ള സാധനം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി. മനസ്സിലാക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധി എന്താണെന്ന് കണ്ടെത്തുന്ന സയൻറ്റിസ്റ്റുകൾ എത്തി. അതിനുശേഷം ഈ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന എൻജിനീയേഴ്സ് ഉണ്ടായി. മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ ഈ വേറെ വ്യക്തികളാണത് മാർക്കറ്റ് ചെയ്യുന്നത്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമായി ഒരു സെയിൽസ് ടീം ഉണ്ടായി. അങ്ങനെ ഒരു ബിസിനസ് വളർന്നു. മനുഷ്യരാശിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറും. അങ്ങനെയാണ് നമ്മൾ പരസ്പരം സഹായിച്ചുകൊണ്ട് വളരുന്ന ഒരു രീതിയിലേക്ക് വന്നത്. പരസ്പരം സഹായിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, അതാണ് പരസ്പരം സഹായിക്കുക എന്ന് പറയുന്നത്. ഇന്ന് നമ്മളത് തുറന്നുകൊണ്ടിരിക്കുന്നു. എഡ്യൂക്കേഷൻ മാറി, അതിനുശേഷം ആളുകൾക്ക് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, ഓട്ടോമൊബൈൽ റെവല്യൂഷൻ വന്നു. ഇവിടേക്കെല്ലാം ജോലിക്കാരെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജോലിക്കാരെ വാർത്തെടുക്കുന്ന ഒരു സംവിധാനമായി മാറി എഡ്യൂക്കേഷൻ. അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ആ കുട്ടികളെ ഒരു ജോലി ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരുന്നത്. പക്ഷെ ഒരു സമൂഹം അതൊരു ബിസിനസ് ചെയ്യുന്ന, ആര് എന്ത് കണ്ടുപിടിച്ചാലും അത് വിൽക്കുന്ന ഒരു ആൾക്കാരായിട്ട് മാറി. അപ്പം നമ്മൾക്ക് കാണാൻ സാധിക്കും, ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകൾ തുടക്കം മുതലുണ്ടായിരുന്നു. അപ്പം ആദ്യം വളരെ പഴയ കാലത്താണെങ്കിൽ ഇത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തികൾ തന്നെ കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കുന്ന രീതിയിൽ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഓരോരോ വ്യക്തികളായി മാറി നമ്മൾ. അപ്പം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഏതൊരു ജോലിക്കാരനും ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ബിസിനസ് എന്താണ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് ആവശ്യമുള്ള ഒരു കാര്യം നൽകിക്കൊണ്ട് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തികളാണ് ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിൽ കുട്ടികളുടെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് വിദ്യ അഭ്യസിക്കുക എന്നുള്ളതാണ്. അപ്പം വിദ്യ അഭ്യസിക്കാൻ വേണ്ടി സ്കൂളിൽ പോകുന്നു. അത് പകർന്നു നൽകുന്ന ടീച്ചേഴ്സ് അവരും എന്താണ് ചെയ്യുന്നത്? അവരുടെ അഭ്യസിച്ച അല്ലെങ്കിൽ അവർക്കുള്ള അറിവ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് അവരുടെ ബിസിനസ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സമൂഹം വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അവരുടെ സംരക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും വേണം, സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ വില്ലേജ് ഓഫീസ് വന്നു, സെക്രട്ടേറിയറ്റ് വന്നു, അങ്ങനെയുള്ള ഓരോ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വന്നു. അവിടെ എല്ലാം ജോലി ചെയ്യുന്ന വ്യക്തികൾ മറ്റുള്ളവർക്കുള്ള ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു. അങ്ങനെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് വന്നു. അതിനുശേഷം പല്ലിന് നമുക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഡെന്റിസ്റ്റ് ഉണ്ടായി. അങ്ങനെ നമ്മൾ ഓരോ പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഒരു മനുഷ്യൻ്റെ ആവശ്യം വന്നപ്പോഴാണ് ഈ എല്ലാ പ്രൊഫഷനും ഈ ലോകത്തിൽ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ തൊഴിലും ഒരു തരത്തിലുള്ള ഒരു ബിസിനസ്സാണ്. അവരവരുടെ ടൈമും അവർക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഏതിനെയും നമ്മൾക്ക് ബിസിനസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്കുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് അവർക്ക് നൽകുകയും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി നമ്മളും ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന കാലഘട്ടം ഒന്ന് നോക്കുക. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, അതിനുശേഷം അഗ്രികൾച്ചർ റെവല്യൂഷൻ വന്നു, ഓട്ടോമൊബൈൽ റെവല്യൂഷൻ വന്നു. ഇങ്ങനെ ഓരോ റെവല്യൂഷൻസ് കടന്നാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻഫർമേഷൻ ഏജ് എത്തി. ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ എത്തി. എങ്ങനെയാണ് റെവല്യൂഷൻസ് ഉണ്ടാകുന്നത്? ആളുകളുടെ പ്രശ്നങ്ങളാണ് ഒരു റെവല്യൂഷനായിട്ട് മാറുന്നത്. ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും ആ പരിഹാരം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു
ഒരു മാസ് സ്കെയിലിൽ ലോകത്തിലുള്ള എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് അതിനൊരു റെവല്യൂഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അഗ്രികൾച്ചർ റെവല്യൂഷൻ ഉണ്ടായി? അഗ്രികൾച്ചർ റെവല്യൂഷൻ ഉണ്ടാവാൻ കാരണം ലോകത്തിൽ പട്ടിണി ഉണ്ടായി. കാരണം പോപ്പുലേഷൻ ആ രീതിയിലേക്ക് ജിയോമെട്രിക്കൽ പ്രോഗ്രഷനിൽ പോപ്പുലേഷൻ വളർന്നതുകൊണ്ട് അതനുസരിച്ചുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വന്ന് ആളുകൾക്ക് ഭക്ഷണം ലഭിക്കാതെ വന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എങ്ങനെ നമ്മൾക്ക് ഭക്ഷണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് അഗ്രികൾച്ചർ റെവല്യൂഷൻ വന്നത്. എങ്ങനെയാണ് ഓട്ടോമൊബൈൽ റെവല്യൂഷൻ വന്നത്? നമ്മുടെ ട്രാൻസിറ്റ്, നമ്മൾ കാളവണ്ടി അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറി നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്പീഡായിട്ട് പെട്ടെന്ന് തന്നെ ദൂരയാത്ര ചെയ്യണം എന്നൊരവസ്ഥ വന്നപ്പോഴാണ് നമുക്ക് ഓട്ടോമൊബൈൽ റെവല്യൂഷൻ ലോകത്തിലെത്തിയത്. അങ്ങനെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ യാത്ര സുഗമമാക്കാൻ അങ്ങനെയാണ് നമ്മൾക്ക് ഈ പറയുന്ന എയ്റോപ്ലെയിൻ കണ്ടുപിടിക്കുകയും നമ്മൾ വിമാനം മാർഗം. ഇപ്പോൾ ഈ ഓട്ടോമൊബൈൽ റെവല്യൂഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളായിരുന്നു. വള്ളങ്ങളിൽ നിന്ന് കപ്പലുകളായി. അവിടെ നിന്നാണ് കരയിൽ കൂടി യാത്ര ചെയ്യാനുള്ള ഓട്ടോമൊബൈൽ റെവല്യൂഷൻ എത്തിയത്. ആ ഫാസ്റ്റായിട്ട് നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളും വിഭജിച്ച് ബോർഡറായിട്ട് സെപ്പറേറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഗ്ലോബലി എല്ലാം ഒന്നാകുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ ഏജ് എത്തി നിൽക്കുന്നു. ഈ ഇൻഫർമേഷൻ ഏജ് വഴി നമുക്ക് അമേരിക്കയാണെങ്കിലും ഏത് ഭൂഖണ്ഡത്തിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു. നമ്മുടെ ഗ്ലോബിൻ്റെ അപ്പുറമുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് ഓൺലൈനിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സമയത്തേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ എന്ത് കാര്യങ്ങളും നമുക്കറിയാനുള്ളത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു റിപ്ലൈ കിട്ടുകയും നമുക്കൊരു ആൻസർ ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ ടെക്നോളജി വളർന്നു. ഇപ്പോൾ ആളുകളുടെ പ്രശ്നം എന്താണ്? ആളുകൾക്ക് ഇതെല്ലാം ലഭിച്ചെങ്കിലും ഇത്ര എല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും ആളുകളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഹെൽത്ത് ചലഞ്ചസ് ആണ്. കുറച്ച് വ്യക്തികൾക്ക് അവർക്ക് വരുമാനം തികയാതെ വരുന്നു. ഇവിടെയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ആളുകൾക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം, ഇനി എങ്ങനെ ആളുകൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാം. ഈ രണ്ട് ഘടകങ്ങളും ഒന്നിച്ചു ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക. അപ്പം ഹെൽത്തും വെൽത്തും സ്ഥിരമായി ഉണ്ടായിരിക്കുമെന്നൊരു അവസ്ഥയിലാണ് ആളുകൾക്ക് സന്തോഷം ലഭിക്കുക. ഇനി നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ എന്താണ് ആരോഗ്യം? നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം എങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം? നമ്മുടെ ശരീരവും മനസ്സും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആരോഗ്യം ലഭിക്കുകയുള്ളൂ. അതായത് മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു ഡെഫിനേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്. ശാരീരിക ആരോഗ്യം മാത്രമല്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല യഥാർത്ഥ ആരോഗ്യം. ആളുകൾ മാനസികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു വെൽനസിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷത്തിലാണ് ആളുകൾക്ക് ശാരീരിക ആരോഗ്യം ലഭിക്കുക. സോ അത് കെട്ടിപ്പടുക്കുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശാരീരികാര്യം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് നമ്മളൊരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് സ്കൂൾ എഡ്യൂക്കേഷൻ. അതിനു മുമ്പൊക്കെ എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കാട്ടി താമസിക്കുമ്പോൾ അച്ഛനമ്മമാരിൽ നിന്ന് ആൺകുട്ടികൾക്ക് വേട്ടയാടാൻ പഠിപ്പിച്ചിരുന്നു, പെൺകുട്ടികളെ വീട് നോക്കാൻ പഠിപ്പിച്ചിരുന്നു. ആ ഒരു സ്ഥിതിയിൽ നിന്ന് മാറിയാണ് നമ്മൾ പണം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ജോലിയിലേക്ക് എത്തിയത്. ആ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു ജോലി ലഭിക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യമാണ് ഇപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ജോലി ഇനി ലഭിക്കുക വളരെ ചുരുക്കമാണ്. ജോലി ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന ഗവൺമെൻറ് ജോലി നമുക്കറിയാൻ പറ്റും. സേഫ് എന്ന് പറയുന്ന ജോലി വളരെ ചുരുക്കം വ്യക്തികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ പലതുണ്ട്. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട്, മറ്റുള്ളവരെ നല്ല രീതിയിലേക്ക് മാനസികമായി വളർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആത്മീയമായി വളർത്തിക്കൊണ്ട്, ശാരീരികമായിട്ട് വളരാൻ വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾക്കും ഒരു നല്ല വ്യക്തിയാകാനും സാധിക്കും. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അപ്രീസിയേഷൻ വഴി നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാനും സാധിക്കും. ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത് ആൻഡ് എക്കണോമിക്കൽ ഹെൽത്ത്. ഇതിൽ എക്കണോമിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും അവസാനമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഹെൽത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ ഫിസിക്കൽ ഹെൽത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആവണം. മാനസികാരോഗ്യം ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതുമാതിരി നമ്മൾ സോഷ്യൽ ഹെൽത്ത്, സാമൂഹികമായിട്ടുള്ള മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻ
ബെറ്റർ ആക്കുക, അതും ഒരു ഹെൽത്തിൻ്റെ ഭാഗമാണ്. അതുമാതിരി സ്പിരിച്വൽ ഹെൽത്ത്, നമ്മൾ ഈ ഏരിയ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ചില വ്യക്തികളുടെ അല്ലെങ്കിൽ അവർക്ക് മാത്രം വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഓരോ കാര്യങ്ങളും പോയി. നമ്മളിപ്പോൾ ശാരീരിക ആരോഗ്യത്തിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശാരീരികാരോഗ്യം എങ്ങനെയാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കഴിക്കുന്ന ആ ഫുഡിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ന്യൂട്രിയൻസ്, അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പോഷകങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ശാരീരിക ആരോഗ്യം ഭക്ഷണത്തിൽ കൂടെയാണ് ലഭിക്കേണ്ടതെന്ന് നമ്മളുള്ള കാര്യം മറന്നുപോയിക്കൊണ്ട് അപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന ഫുഡ് അത് കുറച്ച് വ്യക്തികൾ, അത് കാലത്തിൻ്റെ പരിണാമത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ ശരിക്കും നമ്മൾ മനസ്സിലാക്കി എന്താണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി, നമ്മൾക്ക് എന്തിനാണ് കഴിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടി നമ്മുടെ ശരീരത്തിന് എന്ത് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കേണ്ടതായി ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മളുടെ ഭക്ഷണം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം ആദ്യമേ നമ്മൾക്ക് അത് എന്താണ് ഭക്ഷണം, എന്തിനാണ് നമ്മൾ ഓരോ ഭക്ഷണവും കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് എത്തുക. ഇനി അടുത്തത് മാനസികാരോഗ്യമാണ്. ഒരു നല്ല മനസ്സുള്ള വ്യക്തിക്ക് ഒരു നല്ല ശരീരം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന പോലെ നല്ല ശരീരമുള്ള വ്യക്തികൾക്ക് മാത്രമേ നല്ല മനസ്സുണ്ടായിരിക്കുള്ളൂ. നമ്മുടെ ശരീരമായിട്ട് ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ഡൗൺ ആവും. അതുപോലെ ഇത് രണ്ടും കോർത്തിണക്കി ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ മൈൻഡ് സെറ്റ് നമ്മൾക്ക് നല്ല രീതിയിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനും നമ്മൾക്ക് കാര്യങ്ങൾ, നമ്മളുടെ പൂർവികർ നമ്മൾ പഠിപ്പിച്ച പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമൂഹിക ആരോഗ്യമാണ്, സമൂഹത്തുമായിട്ടുള്ള റിലേഷൻസ്. ആ സാമൂഹിക ആരോഗ്യം അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ പലർക്കും സോഷ്യൽ ഹെൽത്ത് ഇല്ല എന്നുള്ളത് ആണ്. അതിനകത്ത് നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻ, നമ്മുടെ കുട്ടികളുമായിട്ടുള്ള റിലേഷൻ, പേരൻസുമായിട്ടുള്ള റിലേഷൻ, റിലേറ്റീവ്സും ഫ്രണ്ട്സും നമ്മുടെ നെയ്ബേഴ്സുമായിട്ടുള്ള റിലേഷൻ തന്നെ തകർന്നിരിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഹെൽത്ത് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സാമൂഹ്യ ജീവിയാണ്. നമ്മൾ സമൂഹത്തിലേക്ക് മറ്റുള്ളവർക്ക് സഹായിച്ചു കൊണ്ടാണ് നമ്മൾ വളരേണ്ടതെന്നും നമുക്കറിയാം. നമ്മളുടെ ഓരോ പ്രവൃത്തിയും, നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും, നമ്മൾ വരുമാനത്തിനായി ചെയ്യുന്ന ജോലി പോലും മറ്റുള്ളവരെ സഹായിക്കാനാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ട്. അതാണ് യഥാർത്ഥ സാമൂഹിക ആരോഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളെക്കുറിച്ച്, നമ്മളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് മറ്റുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് അവരുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താനും അങ്ങനെ ഒരു സാമൂഹിക ആരോഗ്യം, ഒരു സോഷ്യൽ ഹെൽത്ത് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്ത ഏരിയ ആണ് സ്പിരിച്വൽ ഹെൽത്ത്. എങ്ങനെയാണ് സ്പിരിച്വാലിറ്റി നമ്മുടെ ഇടയിലേക്ക് വന്നത് എന്ന് നമ്മൾ ഒന്ന് ബാക്കോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആളുകളുടെ മാനസിക പ്രശ്നത്തിലാണ് നമ്മൾക്ക് ഈ സ്പിരിച്വാലിറ്റി വന്നത്. നമ്മൾ വരുമാനം ഉണ്ടാക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണെന്നുള്ളൊരു ചിന്ത എത്തുമ്പോൾ മാത്രമേ നമ്മളൊരു കറക്റ്റായിട്ടുള്ള ഒരു പ്രൊഫഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാം നല്ലതിനെന്ന് കാണുകയും നമ്മളുടെ നേച്ചർ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്, അതാണ് നമ്മളുടെ നമ്മൾ പറയാറുള്ള ദൈവം അല്ലെങ്കിൽ എന്തോ ഒരു പവർ എല്ലാ ഈ യൂണിവേഴ്സിനെ, ഈ ഗാലക്സിയെ, ഒരു യൂണിവേഴ്സിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രപഞ്ച ശക്തി എന്ന് പറയുന്നുണ്ട്. അതാണ് യഥാർത്ഥ ശക്തി. ആ ശക്തി നമ്മൾ ഓരോ വ്യക്തിയിലും ഉണ്ടെന്ന് മനസ്സിലാക്കി ആ പ്രപഞ്ച ശക്തി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളാണ് ഈ പറയുന്ന ശക്തി എന്നും ആദ്യമേ മനസ്സിലാക്കി ഈ സ്പിരിച്വാലിറ്റിയെ നമ്മളിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലാണ് ഈ എല്ലാം ഇരിക്കുന്നത് എന്ന് ഇത് സയൻറ്റിഫിക്കലി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ മാനസികമായിട്ട് സ്ട്രോങ് ആകാൻ വേണ്ടി സ്ഥാപിച്ച ഈ പറയുന്ന സ്പിരിച്വാലിറ്റി യഥാർത്ഥത്തിൽ നമ്മളിലാണ് നിലനിൽക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മളിലേക്ക് വരുന്ന നമ്മൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഈ ഭൂമിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. നമ്മളുടെ ജീവിതം ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി, പ്രപഞ്ച ശക്തിയുണ്ട്. നമ്മൾക്ക് ഒന്നും തടുക്കാൻ പറ്റില്ല. അപ്പം ഈ പ്രപഞ്ചത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ച എന്താണെങ്കിലും, ഈ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണെങ്കിലും നമ്മുടെ മനസ്സിലാണെങ്കിലും ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ച എല്ലാത്തിനും നന്ദിയോടെ സ്മരിക്കുക.
ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. അതുപോലെ കിട്ടിയതിനെല്ലാം നന്ദി പറയുക, എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുക. വരുന്നത് എന്തും അത് നമ്മൾ വിചാരിക്കുന്നത് നല്ലതോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മോശമോ എന്ന് പറയുന്നത് അല്ല, എല്ലാം നല്ലതിനാണെന്ന് മനസ്സിലാക്കി എല്ലാത്തിനും നന്ദി പറയുകയും അത് എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുന്നൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടാവുക. അല്ലാതെ സ്പിരിച്വാലിറ്റി തേടിക്കൊണ്ട് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയോ തീർത്ഥാടനം നടത്തുകയോ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഈ തീർത്ഥാടനം നടത്തുന്ന ഒരു സന്തോഷമായിട്ടൊരു ടൂർ പോകുന്നത് പോലെ പോവുകയാണെങ്കിൽ അത് ഓക്കെയാണ്. അതർവൈസ് നിങ്ങളൊരു ഒരു ഒരു സ്പിരിച്വൽ ഹെൽത്ത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ സ്പിരിച്വാലിറ്റി ബിൽഡ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ അപ്പോൾ ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി, സ്പിരിച്വലി നമ്മൾ ബെറ്ററായ ഒരു ഹെൽത്തിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളായി തീരുന്നത്. നമ്മൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്.